പക്ഷേ ഈ ചൂരൽമല ദുരന്തം ഉണ്ടായല്ലോ വയനാട്ടിൽ, പ്രകൃതി ദുരന്തം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടായി. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മറ്റേ നിധിയിൽ നിന്നുള്ള പണം കൊണ്ട് അവിടെ വീടൊക്കെ പണിയാവുന്നതായിരുന്നു. കാരണം 760-790 കോടി രൂപ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് പദ്ധതി നടപ്പാക്കാൻ പറ്റുമായിരുന്നു, ചെയ്തില്ല. പിന്നെ അതിൽ 6 കോടിയേ ഉള്ളൂ എന്നൊക്കെ വാർത്തകൾ വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നു. ഈ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലയ്ക്ക് വെച്ചുകൊണ്ടിരുന്നു. അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ജില്ലയെ പോലും മൊത്തത്തിൽ ബാധിച്ചതല്ല. സർക്കാർ അങ്ങനെ അലസമായിട്ടിരിക്കെ മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്തു. മുസ്ലിം ലീഗ് തന്നെ പിരിച്ചോളാം, അവർ വീടൊക്കെ നിർമ്മിച്ച് ആളുകൾക്ക് കൊടുത്തോളാം, അവരുടേതായ ദുരിതാശ്വാസം നടപ്പാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗും പിരിച്ചു. പക്ഷേ ആ പിരിച്ച തുക എവിടെ പോയി, എന്തായി എന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ വലിയ നിശ്ചയമില്ല. അതിനെപ്പറ്റി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് മാഷിനുള്ള വിവരം? തീർച്ചയായിട്ടും സാർ, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അഴിമതിയിൽ എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്നൊരു വാക്കുണ്ടല്ലോ നമ്മുടെ ടെർമിനോളജിയിൽ, അത് കേരളവും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഡിസാസ്റ്ററിനെ ഒരു മൂലധന സംഭരണ പദ്ധതിയാക്കി മാറ്റുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതിയും ഈ പലപ്പോഴും വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ വിവാദമായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സാറ് പറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റേതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ദുരന്തം നടക്കുമ്പോൾ, ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സംസ്ഥാന ദുരന്തമായി കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന ദുരന്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദം മറന്നുകൊണ്ടാണ് അവിടെ പിന്തുണച്ചത്. അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരാളും ജാതിയും മതവും പറഞ്ഞ് മാറി നിന്നിട്ടില്ല, രാഷ്ട്രീയം പറഞ്ഞ് മാറി നിന്നിട്ടില്ല. എല്ലാവരും ചേർന്നിട്ട്, അപ്പോൾ UDF, LDF, BJPയും സേവാഭാരതിയൊക്കെ അവിടെ വലിയ വലിയ സേവനം, KMCCയും ഒക്കെ വലിയ സേവനം ചെയ്തിട്ടുണ്ടല്ലോ. അത് ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഫണ്ടിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ ആ ഒരു ഐക്യം കാണുന്നില്ല. കാരണം എല്ലാവർക്കും ഇത് ഒരു പെട്ടിയിലിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 2 കാര്യം ഉണ്ടാവും സാർ. തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ദുരന്ത ഫണ്ടുണ്ടല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കാശ് കൊടുക്കുന്നതിൻ്റെ സുതാര്യത, അത് ചെലവഴിക്കുന്ന വഴി, അത് പലപ്പോഴും സ്വന്തക്കാർക്കും സ്വന്തം പാർട്ടിക്കാർക്കും ഒക്കെ കൈയിട്ട് വാരാനും ഈ അനർഹർക്ക് കൊടുക്കാനും ഒക്കെ ആരോപണങ്ങൾ വന്നല്ലോ പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശ്വാസക്കുറവാണെന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് പറയാം. എങ്കിൽ പോലും ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് ചെയ്യാവുന്നത്, വേണമെങ്കിൽ അവർക്ക് മോണിറ്റർ ചെയ്യാലോ ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു. അതാണ് ക്രിയേറ്റീവായിട്ടുള്ള മാർഗം. അതിന് പകരം മുസ്ലിം ലീഗ് അവിടെ ചെയ്തത്, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കൂല, എന്നാൽ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നില്ല, ഞങ്ങൾ വ്യാപകമായി പിരിവ് നടത്തിക്കൊള്ളാം. മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം കൂടിയാണത്. നിങ്ങളൊരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കരുത്, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് തന്നുകൊള്ളുക. അത് സുതാര്യമാണെന്ന് പറയാൻ ഇപ്പോൾ അവർ ചില സ്ട്രാറ്റജി സ്വീകരിച്ചിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ബൈത്തുർ റഹ്മ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വകയായി നാട്ടിലെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ എൻ്റെ പാർട്ടിക്ക് എൻ്റെ സദക്ക എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. അതായത് മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് ഫണ്ട് നേരിട്ട് മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് സ്ഥിരമായി എത്തിക്കുക. ഇത് സുതാര്യമാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ചെയ്തൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ, ഇത് ഓൺലൈൻ ഡിജിറ്റലാക്കി എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൽ റെസിപ്റ്റ് വരും. പക്ഷെ അത് സംബന്ധമായി ഏറ്റവും ഒടുവിൽ സാങ്കേതിക വിദഗ്ധന്മാർ പറയുന്ന കണക്ക് ഇത് ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് അറിയിപ്പ് വരുമ്പോൾ ഒരു അക്കൗണ്ടിലേക്കാണ്, പക്ഷെ പോകുന്നത് പല അക്കൗണ്ടുകളിലേക്കാണ് അത്രേ. എല്ലാ അക്കൗണ്ടിലുമായി എന്ത് ബാലൻസ് ഉണ്ട് എന്ന് അറിയാവുന്നവർ 1, 2, 3 പേര് മാത്രമായിരിക്കും. അത് പാണക്കാട് തങ്ങളാവാം, കുഞ്ഞാലിക്കുട്ടിയാവാം, അങ്ങനെ 1, 2 പേരാണ്. അതുകൊണ്ട് ഈ മുനീർ അറിയുന്നുണ്ടാവില്ല, സാധ്യത കുറവാണ്. ഉണ്ടാവണം, ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പോലും സുതാര്യമല്ല, വലിയ തട്ടിപ്പാണെന്ന ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ വേണം ഇപ്പോൾ സാറ് ഈ പറഞ്ഞ മുണ്ടക്കൈ ഫണ്ട് എങ്ങനെയാണ് മുസ്ലിം ലീഗ് കോടികൾ പിരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കണക്കിനെ ഇപ്പോൾ മുസ്ലിം ലീഗ് അണികൾ പോലും വിശ്വസിക്കുന്നില്ല. ഇത്ര കിട്ടി എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത്ര കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്.
അത് ഈ അക്കൗണ്ടിൽ ഇല്ല, ആ അക്കൗണ്ടിലാണ്, അല്ലെങ്കിൽ പല അക്കൗണ്ടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാദമായി വന്നപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഇപ്പോൾ അവിടെ ടൗൺഷിപ്പിന് ഭൂമി എടുത്തു, അതുമായി അതിൻ്റെ പണി തുടങ്ങി. അത് ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും അത് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്ന ചോദ്യം വന്നു. മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിരിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്നൊരു വിവരം അടിയന്തരമായി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ചെയ്തതായിട്ട് രേഖ ഉണ്ടാക്കിയതായിരിക്കാം. ഇപ്പോൾ 11.2 ഏക്കർ ഭൂമി എടുത്തിരിക്കുന്നു വയനാട്ടിൽ. ഭൂമി വിലക്ക് വാങ്ങിയിരിക്കുന്നു 11.2 ഏക്കർ. അപ്പോൾ ആ ഭൂമിയുടെ വിശദാംശങ്ങൾ തേടി മാധ്യമങ്ങൾ പോയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കഥയാണ്. 1 സെന്റ് ഭൂമിക്ക് 11.2 ഏക്കർ. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട 3 വിവാദങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ വിവാദം, ഈ 11.2 ഏക്കർ ഭൂമിയിൽ 1 ഏക്കർ ഒഴികെ ബാക്കി 10 ഏക്കർ ഭൂമിയും തോട്ടഭൂമിയാണ്. തോട്ടഭൂമി സാറിനറിയാം, പ്ലാന്റേഷൻ ഭൂമിയാണ്, കൈമാറാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അപ്പോൾ വാങ്ങാൻ പാടില്ലാത്ത, വിൽക്കാൻ പാടില്ലാത്ത ഭൂമി ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിനാണെന്ന വ്യാജേന അടിയന്തരമായി രേഖകൾ ഉണ്ടാക്കി, രേഖകൾ ശരിയാക്കി എടുത്തിട്ട് കൃത്രിമമായൊക്കെ രേഖകൾ ഉണ്ടാക്കി മറിച്ചു വിൽക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ഒന്നാമത്തെ ആരോപണം. 2, ഈ ഭൂമിയുടെ വില. ഭൂമിയുടെ ഇപ്പോൾ കൃത്യമായി മാധ്യമങ്ങളിൽ വന്ന കണക്ക് വെച്ചിട്ട് 1 കൊല്ലം മുമ്പ് ഇതേ സർവേ നമ്പറിൽ തൊട്ടടുത്ത അതിർത്തിക്കപ്പുറത്ത് കിടക്കുന്ന ഭൂമി 1 സെന്റിന് 15,000 രൂപക്കാണ് വിറ്റത്. 1 കൊല്ലം മുമ്പ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ സർവേ നമ്പറിലെ മറ്റൊരു ഭൂമി വിറ്റത് 22,950 രൂപ പെർ സെന്റാണ്, സെന്റിനാണ് വിറ്റത്. ഇതാണ് അവിടുത്തെ മാർക്കറ്റ് റേറ്റ്. എന്നാൽ ഈ ചാരിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ നടപ്പ് വിലയേക്കാൾ കുറച്ച് വാങ്ങാമായിരുന്നൊരു ഭൂമി മുസ്ലിം ലീഗ് വാങ്ങിയത് എത്രയെന്നറിയോ? 1 സെന്റിന് 1,22,000 രൂപ വെച്ചാണ്. 1.22 ലക്ഷം പെർ സെന്റ്. ആ തോട്ടത്തിന്റെ ഉടമ ലീഗുകാരനാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് മൂന്നാമത്തെ ആരോപണം. അപ്പോൾ ഒന്ന്, വിലയിൽ 1 സെന്റിന്മേൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ. 11.22 ഏക്കർ വാങ്ങിയപ്പോൾ എത്ര കോടിയായിരിക്കും മറിഞ്ഞിരിക്കുക? ഇതാർക്കാണ്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. സാറ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഈ ഭൂമിയുടെ ഉടമ ഒരു വക്കീലാണ്. ആ വക്കീലിൻ്റെ പേര് കല്ലങ്കോടൻ മൊയ്തു എന്നാണ്. ഇനി സാറിന് ചിലത് ഓടും. ഈ കല്ലങ്കോടൻ മൊയ്തു PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ബന്ധുവാണ്. എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ അറിയാലോ, ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ വീടാണ് ബത്തേരിയിൽ. അവർക്ക് വയനാട്ടിൽ വ്യാപകമായ തോട്ടങ്ങൾ, ഭൂമിയൊക്കെ ഉണ്ട്. ഏത് വകയിലായാലും ഭാര്യയുടെ ബന്ധുക്കളാണ് ഇത് വിൽക്കുന്നത്. വാങ്ങുന്നത് ആരാണ്? ഇദ്ദേഹം തന്നെ. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് ഇത് വാങ്ങുന്നതും അദ്ദേഹം തന്നെയാണ് ഇത് വിൽക്കുന്നതെന്ന് പറയാം. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അഡ്വക്കേറ്റ് കല്ലങ്കോടൻ മൊയ്തു ഉണ്ടല്ലോ, ഈ മൊയ്തുവാണ് ഈ പദ്ധതിയുടെ മുസ്ലിം ലീഗിൻ്റെ വയനാട് പാക്കേജിൻ്റെ ലീഗൽ അഡ്വൈസർ. അതാണ് രണ്ടാമത്തെ കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ചു നോക്കുക. അപ്പോൾ ഭൂമി വാങ്ങുന്നതും ഒരാൾ, എന്നിട്ട് അതിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുന്ന റിസീവിങ് എൻഡിലും ഇദ്ദേഹം തന്നെ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്വഭാവം, ഇതിൻ്റെ തരം, ഭൂമിയുടെ തരം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇതിൽ 1 ഏക്കർ ഒഴികെ ബാക്കി ഭൂമി മുഴുവൻ ഈ തോട്ടം ഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പാടില്ലാത്ത ഭൂമി. അതിന് രേഖയുണ്ടാക്കി ഈ ചാരിറ്റിയുടെ മറവിൽ വിൽക്കുന്നു. 2, സ്വന്തക്കാരുടെ ഭൂമി വിൽക്കുന്നു. വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ലീഗ്. അതിന് ഗവൺമെൻറ്റിനെ മറയാക്കുന്നു, ചാരിറ്റി ഒരു മറയാക്കുന്നു. 1. 2. മൂന്നാമത്തെ കാര്യം, വാങ്ങുന്നതും വിൽക്കുന്നതും ഒരേ കൂട്ടരാണ്. മുസ്ലിം ലീഗിന്റെ ബന്ധുക്കൾക്ക് കോടികൾ മറിക്കാൻ അവസരം ഒരുക്കും. ലീഗിന്റെ അകത്ത് സംഘർഷം ഉണ്ടാക്കുക, വലിയ സംഘർഷം സാർ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മലബാറിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളത് കൂടുതലായ മലബാറിലായതുകൊണ്ട് വലിയ ആരോപണങ്ങൾ ദിവസേന, വിശദീകരണം, മറുവിശദീകരണം, ഇൻ്റർവ്യൂസ്, ഇതിൽ പങ്കുവഹിച്ച എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പണിപ്പെട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ന്യായങ്ങൾ പറയുന്നു. അല്ല, ഇതിൽ സാധാരണഗതിയിൽ ഇപ്പോൾ മുമ്പ് മലയാള മനോരമ ലത്തൂർ മറ്റേ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വായനക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചല്ലോ. അപ്പോൾ ഓരോ ദിവസവും ഈ കൊടുക്കുന്ന ആളുകളുടെ പേര് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. ആരാ കൊടുത്തത്, എത്ര രൂപയാണെന്ന് അറിയാൻ പറ്റും. മുസ്ലിം ലീഗിന് ആരൊക്കെ ഇതിന് പിരിവ് കൊടുത്തു എന്നുള്ളൊരു പട്ടിക മുസ്ലിം ലീഗിന് പ്രസിദ്ധീകരിച്ചുകൂടെ?
തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. മുസ്ലിം ലീഗിനെ ഈ ആരോപണത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ഇതിനു മുമ്പ് ദുരന്തങ്ങൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ നേതാവ് KT ജലീലിനെ അവർക്ക് നഷ്ടപ്പെട്ടത്. അത് ഉന്നയിച്ചുകൊണ്ടാണ്, ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജലീൽ പോയത്. പിന്നെയും അത്തരം ആരോപണങ്ങൾ പലതവണ ലീഗിനെതിരായിട്ട് വന്നതാണ്. ഈ ഗുജറാത്ത് ഫണ്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നതാണ്. ഒന്നും ചെയ്തില്ല എന്ന ആരോപണങ്ങൾ നേരിട്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ പുതിയ ആരോപണം കേരളത്തിലാണ്, വയനാട്ടിലാണ്, മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. രക്ഷപ്പെടാൻ സാറ് പറഞ്ഞൊരു മാർഗ്ഗമേ ഉള്ളൂ, വരവും ചെലവും. ആരൊക്കെ ഫണ്ട് തന്നു എന്ന് വിപുലമായ ഒരു നമ്മൾ പറയുക വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുക. ഞങ്ങൾക്ക് ഇത്രയാണ് തന്നത്, ഞങ്ങൾ ഇന്ന വിലക്കാണ്, എന്തുകൊണ്ടാണ് ഇത്ര കൂടിയ വിലക്ക് എടുക്കേണ്ടി വന്നത്, അതും വേണമല്ലോ വിശദീകരിക്കുക. അപ്പോൾ അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ മുഖം രക്ഷിക്കാനാവില്ല. മുസ്ലിം ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പ്രമുഖ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഭരണകൂടത്തിൻ്റെ, പിണറായി വിജയൻ്റെ ഭരണകൂടം ഈ ദുരന്തം മുൻനിർത്തി നടത്തി എന്ന് ഇവർ തന്നെ ആരോപിക്കുന്ന മുഴുവൻ ആരോപണങ്ങളുടെയും മുനകൂടി ഒടിഞ്ഞു പോവുകയും സ്വന്തം മുഖം വികൃതമാവുകയും ചെയ്യുന്ന ഒന്നാണ് പാണക്കാട് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും PMA സലാമിനും ഒക്കെ. മുസ്ലിം ലീഗിനെ ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ടോ ഈ പറഞ്ഞ സ്ഥലം 11 ഏക്കർ അത് കേരള സർക്കാർ മേടിച്ച കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മാത്രമല്ല നടപ്പ് വിലക്ക്, അവിടെ ഉള്ള മാർക്കറ്റ് വിലക്ക് കേരള സർക്കാരിന് വാങ്ങാൻ കിട്ടുമെങ്കിൽ ആര് കൊടുക്കും? ഇപ്പോൾ ആര് കൊടുക്കേണ്ടി വരും? 11.2 ലക്ഷം രൂപ മുസ്ലിം ലീഗ് കൊടുത്ത ഭൂമി ഇനി കേരള സർക്കാർ എത്ര വിലക്ക് വാങ്ങും? അതാണുള്ള പ്രശ്നം. തീർച്ചയായിട്ടും അത് അന്വേഷിക്കട്ടെ. തീർച്ചയായിട്ടും ഗവൺമെന്റ് AR ബാങ്കിന്റെ ഒക്കെ പ്രശ്നം ജലീൽ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ലീഗിന്റെ നേതാവിനെയൊക്കെ ഊരിക്കൊടുക്കാനായിട്ട് ഈ സർക്കാർ ശ്രമം നടത്തിയതല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ ഈ കാര്യത്തിലും അങ്ങനെ ചെയ്യുന്നതല്ലേ അതിന്റെ ശരി? അത് ആര് രക്ഷപ്പെടുത്തുന്നു എനിക്കറിയില്ല. ഇങ്ങനെ രക്ഷപ്പെടുത്തിയാൽ ആ ഒരു സാഹചര്യം വലിയ മാറ്റം വന്നിട്ടുണ്ട്. AR നഗർ സർവീസ് ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഉൾപ്പെടെയുള്ള നിക്ഷേപത്തെ രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരസ്യമായ നീക്കത്തിന് ഇപ്പോൾ രാഷ്ട്രീയ പ്രസക്തി കുറവാണ്. കാരണം അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ പിറകെ നടന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെയും ലീഗിനെയും ഇടതുപക്ഷത്തെ എത്തിക്കാനുള്ള അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കം ഇനി സാധ്യമാണോ എന്നറിയില്ല. എന്തായാലും ഗവൺമെന്റിന് റോളുണ്ട്. സാറ് പറഞ്ഞത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരിക്കാം. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പുതിയ ചൂടുള്ള വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.